Good morning, dear students. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് BEDSP വാല്യൂ എഡ്യൂക്കേഷൻ യൂണിറ്റ് 3 ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റി. നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് മൂന്നാമത്തെ യൂണിറ്റ് വരുന്നത്, ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റി. മൊറാലിറ്റിയുടെ വിവിധ വശങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യാം. ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഇൻട്രൊഡക്ഷൻ നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്, പഠിക്കേണ്ടത് എന്നതിൽ നിന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വലിയ ഒരു പാരഗ്രാഫാണ്, ഹൂ ഈസ് മോറലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ. ആരാണ് മോറലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും. അപ്പോൾ അതിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഞാൻ വളരെ ചുരുക്കി പോയിൻറ്റ്സ് മാത്രം എടുത്തിട്ടാണ് ഇവിടെ നോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, നോട്ട്സ് എഴുതുക. സെപ്പറേറ്റ് നോട്ട് വേണമെങ്കിൽ സെൻഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ മൊറാലിറ്റിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. മൊറാലിറ്റി എന്തായിരുന്നു? റൈറ്റ് ആൻഡ് റോങ് ഓർ ഗുഡ് ഓർ ബാഡ്, നല്ലതും ചീത്തയും ശരിയും തെറ്റും, ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഇതനുസരിച്ച് പെരുമാറുക എന്നതാണ് മൊറാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾ മോറലി എഡ്യൂക്കേറ്റഡ്, മോറൽ എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. മോറലി എഡ്യൂക്കേറ്റഡ് ആയ ഒരാളുടെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും? ആരാണ് മോറലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ? ഈ മോറൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഈസ് സംവൺ who possesses the deep understanding of ethical principles. മോറൽ ഓർ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് നന്നായി അറിയുന്ന, കൈവശം വെക്കുന്ന ഒരാളാണ്, കീപ്പ് ചെയ്യുന്ന ആളാണ് മോറലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ. ആൻഡ് കൺസിസ്റ്റൻ്റ്ലി അപ്ലൈസ് ദം ഇൻ ദർ ബിഹേവിയർ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അയാൾ ആ മോറലായിട്ടുള്ള എത്തിക്സ്, ആ ഒരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ ബിഹേവിയറിൽ അപ്ലൈ ചെയ്യും. എന്തൊക്കെയാണ് അങ്ങനെ ഒരാളെ തിരിച്ചറിയാനുള്ള കുറച്ച് കീസ് പ്രത്യേകതകൾ? ഒന്ന്, എംപതി ഉണ്ടാകും. എന്താണ് എംപതി? ദേ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ ദ ഫീലിംഗ് ഓഫ് അതേഴ്സ്. നമ്മളൊരു നല്ല മനുഷ്യനാവുക എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാത്രം നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതല്ല. എംപതി എന്ന് പറയുന്നത്, നമ്മൾ സിമ്പതി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സിമ്പതിയുടെ കുറച്ച് വൈഡായിട്ടുള്ളൊരു വേർഡാണ് എംപതി. സിമ്പതി എന്ന് പറഞ്ഞാൽ നമുക്കൊരാളോട് തോന്നുന്ന ഒരു ദയ തോന്നലാണ്. ആ ദയ തോന്നുക, അതിനപ്പുറത്താണ് എംപതി വരുന്നത്. അത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. മറ്റൊരു വ്യക്തിനെ മനസ്സിലാക്കുക എന്നുള്ളത് വലിയ കാര്യം. അപ്പോൾ ദേ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ ഫീലിങ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അവരുടെ വികാരം, വിചാരങ്ങളും ചിന്തകളൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു പാരൻ്റാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ടീച്ചറാണെന്ന് വിചാരിക്കുക. പാരൻ്റ് കുട്ടികളോട് എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന കുറേ പാരൻസ് ഉണ്ട്. ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ കാണുമ്പോൾ എപ്പോഴും ചീത്ത പറയുന്ന ടീച്ചേഴ്സും ഉണ്ട്. അങ്ങനെ നമ്മൾ എപ്പോഴും ചീത്ത പറയേണ്ട ഒരു വിഭാഗമല്ല സ്റ്റുഡൻസ്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത്. കാരണം അവരുടെ ഏജ്, അവരുടെ സിറ്റുവേഷൻ അതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരെ ചീത്ത പറയാൻ. ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ ക്ലാസ്സിൽ വരുമ്പോൾ, ഈ ഒരു സബ്ജക്റ്റ് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ടീച്ചേഴ്സിനുള്ളതാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളെ നമ്മൾ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് അത് വല്ലാത്തൊരു ഇറിറ്റേഷൻ, അല്ലെങ്കിൽ അവരുടെ പഠനം തന്നെ അവതാളത്തിലാവാൻ കാരണമാകും. നേരെ മറിച്ച് ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിൽ വല്ലാണ്ട് വികൃതി കാണിക്കുന്നുണ്ട് എങ്കിൽ ആ കുട്ടീനെ നമ്മൾ വിളിച്ചിട്ട് ഒന്ന് തോളത്ത് തലോടി കാര്യങ്ങൾ ചോദിച്ചാൽ അവനക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മളെപ്പോഴും വലിയ ടീച്ചറാണ് എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ ഭാഗം മാത്രം ചിന്തിച്ച് ക്ലാസ് എടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ പെരുമാറിയാൽ അതൊരബദ്ധമായിരിക്കും. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പം നമ്മൾ എപ്പോഴും മറ്റൊരാളുടെ, ഇപ്പം നിങ്ങളുടെ പാരൻസ്, നമ്മുടെ വഴക്ക് പറയുന്നു, ചീത്ത പറയുന്നു എങ്കിൽ നമ്മൾ സങ്കടപ്പെടേണ്ട. നമ്മൾ ഒരു ദിവസം അവരായി ജീവിച്ചാൽ മതി. പൊതുവെ ഞാൻ എല്ലാവരോടും അങ്ങനെയാണ് പറയാം, നമ്മളൊരു ദിവസം അവരായി ജീവിച്ചാൽ മതി. അപ്പോൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാവും. കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
എന്നിട്ട് വേണം നമുക്ക് അവരെ ചീത്ത പറയാനും ഉപദേശിക്കാനൊക്കെ. അപ്പം മറ്റുള്ളവരെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വൃദ്ധൻ അവിടെ വെയിലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളാണ് എന്ന് വിചാരിച്ചാൽ മതി. ആ ഒരു ചിന്തയാണ് എംപതി. നേരെ മറിച്ച് സിമ്പതി അതല്ല. സിമ്പതി ജസ്റ്റ് അവരോടൊരു അവരെ കാണുമ്പം നമുക്കൊരു ദയ തോന്നുക, പാവം തോന്നുക, അത്രേ ഉള്ളൂ. എംപതി നമ്മൾ അവരായിട്ട് ജീവിച്ച് നോക്കും, അതാണ്. അങ്ങനെ അവരെ അടുത്തറിയുക എന്നുള്ളതാണ് എംപതി കൊണ്ട്. അപ്പോൾ ഒരു മോറലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്തായിരിക്കും? ദേ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ്. നിങ്ങൾ ഈ പോയിൻറ്റ്സിനെ ഒന്ന് വികസിപ്പിച്ചെഴുതണം. ഓക്കെ. ദെൻ ഇൻറ്റഗ്രിറ്റി. മോറലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സണുള്ള മറ്റൊരു ക്വാളിറ്റി ഇൻറ്റഗ്രിറ്റിയാണ്. ദേ അഡ്ഹിയർ ടു സ്ട്രോങ് മോറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ആർ ഹോണസ്റ്റ്. അവരുടെ മോറൽ പ്രിൻസിപ്പിളുമായിട്ട് ഒട്ടിച്ചേർന്നിരിക്കും. അതിനോട് എപ്പോഴും അവർ മോറലി ഉള്ള, എന്താ പറയുക, മോറലായിട്ടുള്ള സ്വഭാവം കാണിക്കുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളായിരിക്കും. അതേപോലെ സത്യസന്ധരായിരിക്കും. ഒരു മോറലി എഡ്യൂക്കേറ്റഡ് ആയ പേഴ്സൻ്റെ ഒരു പ്രത്യേകത ഇൻറ്റഗ്രിറ്റി ആണെന്ന് പറയാം. ദെൻ റെസ്പെക്ട്സ്. ദേ ഷോ കൺസിഡറേഷൻ ഫോർ അതേഴ്സ് റൈറ്റ്സ്, ഫീലിങ്സ് ആൻഡ് ട്രഡീഷൻസ്. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഒരാളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അയാളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കലല്ല. നമ്മളൊക്കെ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. ഒരാളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, അങ്ങനെയുള്ളൊരു ബഹുമാനി മാത്രമല്ല റെസ്പെക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ. റെസ്പെക്റ്റ് മീൻസ് മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മൾ പരിഗണിക്കണം, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ദെൻ അവരുടെ ഫീലിങ്സുകൾ മനസ്സിലാക്കുക. ദെൻ അവരുടെ പാരമ്പര്യത്തെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പലപ്പോഴും ചില ആളുകളുടെ ചില പ്രവർത്തനങ്ങൾ നമ്മൾ തടയുക, അല്ലേ? അങ്ങനെ ചില ആളുകൾ അവരെന്ത് കഴിക്കുന്നു, എന്ത് ഭക്ഷണം കഴിക്കുന്നു, എന്ത് വസ്ത്രം ധരിക്കുന്നു, ഇതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തടയുക. അതൊന്നും എന്തല്ല, റെസ്പെക്റ്റ് അല്ല. മറ്റൊരു വ്യക്തിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം എന്നതാണ്. അത് ഇവിടെ മാത്രമല്ല, ശരിക്കും നമ്മുടെ മോറലി നമ്മൾ ഓൾറെഡി പറയാറുണ്ടല്ലോ, നമ്മൾ ദ റിലീജിയസ് എന്ന് പറഞ്ഞതാണ്. എല്ലാ റിലീജിയനും പറഞ്ഞിട്ടുണ്ട് ഓരോ വ്യക്തിയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും എല്ലാവർക്കും സൗഖ്യമുണ്ടാകണം എന്നുള്ളതാണല്ലോ. അപ്പം എല്ലാവരുടെ കാര്യങ്ങളും ഇവിടെ നടക്കണം. എല്ലാവരും അവരവരുടെ അനുവദിച്ച രൂപത്തിൽ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഇവിടെ പറ്റണം. മോറലി എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ശരി. സോ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. റെസ്പെക്റ്റിൻ്റെ വാക്കുകൾ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. എന്താ പറയുക, റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറും ചെറിയൊരു ബഹുമാനം കൊടുക്കുക എന്നുള്ളതല്ല. സോ ദാറ്റ് ഈസ് വൈ we know that the Quran says that I respected a human being. വളരെ നല്ലൊരു വാക്കാണത്. അതിനപ്പുറത്ത് വേറൊരു വാക്കില്ല. അത് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ പറയുന്നു, ദൈവം തന്നെ പറയുന്നു, ഐ റെസ്പെക്റ്റഡ് എ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ മനുഷ്യരെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞാൽ ദൈവം പോലും ബഹുമാനിച്ചു എന്ന് മനുഷ്യർ മനസ്സിലാക്കണം എന്നാണ്. സോ ദൈവം പോലും ബഹുമാനിച്ച ഒരു വസ്തുവിനെ മനുഷ്യന്മാർ പിന്നെ എന്ത് ചെയ്യണം? സോ റെസ്പെക്റ്റിൻ്റെ അങ്ങേയറ്റം നമ്മൾ കൊടുക്കേണ്ടി വരും ഒരു മനുഷ്യന്. അപ്പം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കുഞ്ഞായാലും അത് ഒരു മനുഷ്യ ജീവൻ എന്താ പറയുക, നമ്മളിങ്ങനെ തുടിച്ചു വരുന്ന ജീവൻ ആണെങ്കിൽ പോലും അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് അവിടെ യൂസ് ചെയ്തത്, ഐ റെസ്പെക്റ്റഡ് ഹ്യൂമൻ ബീയിങ്. ഇതുതന്നെയാണ് നമുക്ക് ബാക്കി എല്ലാ ഗ്രന്ഥങ്ങളും എടുത്ത് നോക്കിയാലും എല്ലാ ഹോളി ബുക്സ് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുക. സോ റെസ്പെക്റ്റ് കൊടുക്കണം. ദെൻ റെസ്പോൺസിബിലിറ്റി. മോറലി എഡ്യൂക്കേറ്റഡ് ആയ ഒരു വ്യക്തിയുടെ മറ്റൊരു പ്രത്യേകതയാണ് റെസ്പോൺസിബിലിറ്റി. ദേ ടേക്ക് അക്കൗണ്ടബിലിറ്റി ഫോർ ദെയർ ആക്ഷൻസ് ആൻഡ് ദെയർ കോൺസിക്വൻസസ്. എന്താണ് റെസ്പോൺസിബിലിറ്റി? നമ്മൾ പലപ്പോഴും റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്. എന്താണ് അതെന്ന് ചോദിച്ചാൽ, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ദേ ടേക്ക് അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ്. ശരിക്ക് അവിടെ യൂസ് ചെയ്ത വാക്ക് അക്കൗണ്ടബിലിറ്റിയാണ്. അക്കൗണ്ടിങ് കൊമേഴ്സുകാർക്ക് അറിയാം എന്താണ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എഴുതി വെക്കല, കണക്ക് ചേർത്ത് വെക്കല. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇതിനെല്ലാം നിങ്ങൾ കണക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ്. അതായത്
ഉത്തരവാദിയാവുക എന്നതാണ് അക്കൗണ്ടബിലിറ്റി എന്നതിൻ്റെ അർത്ഥം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കാം. എന്നിട്ട് ആരെങ്കിലും ചോദിക്കുമ്പം അത് കാണിച്ചു കൊടുക്കുക. അതിനാണ് നമ്മൾ അക്കൗണ്ടൻസി എന്ന് പറയാം. അത് നമ്മുടെ ജീവിതത്തിലും അപ്ലിക്കബിൾ ആവണം. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മളാണ് ഉത്തരവാദി. അത് നമ്മൾ ഏറ്റെടുക്കണം. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അതെനിക്ക് പറ്റിയ തെറ്റാണ്. നമ്മൾ കണ്ടിട്ടില്ലേ ചില രാഷ്ട്രീയ നേതാക്കന്മാർ അവർ ചെയ്ത തെറ്റ് അവർ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് ചെയ്ത തെറ്റിന് ഉത്തരവാദിത്വം നമ്മളങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവിടെ തീർന്നു. അവിടെ നമ്മൾ ആരും ചെറുതാവുന്നില്ല. ഒരു സോറി പറഞ്ഞാൽ അത് നമ്മളെ ഒരു പദവി വർദ്ധിക്കുന്നുള്ളൂ. ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്യൽ സ്വാഭാവികമാണ്, തെറ്റാർക്കും സംഭവിക്കാം. പക്ഷേ ചെയ്ത തെറ്റ് സമ്മതിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി, അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കാൻ പറ്റണം. അതായത് ടു ടേക്ക് ദ അക്കൗണ്ടബിലിറ്റി ഫോർ ദർ ആക്ഷൻസ്, അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഉത്തരവാദിത്തം അയാൾ ഏറ്റെടുക്കണം. ആൻഡ് ദെയർ കോൺസിക്വൻസസ്, അതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസസും ഏറ്റെടുക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അതിൻ്റെ കോൺസിക്വൻസസ് നമ്മൾ ഏറ്റെടുക്കണം. അതുപോലെ തന്നെ തെറ്റ് പറ്റിയാൽ നമ്മളതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ആ തെറ്റ് ഏറ്റെടുത്ത് പറയാം. തെറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു എന്താ പറയുക, തെറ്റ് സംഭവിക്കാൻ സാധാരണ മനുഷ്യന്മാർക്കാണ് തെറ്റുകൾ സംഭവിക്കുക. അത് സ്വാഭാവികമാണ്. തെറ്റ് സംഭവിക്കുക, നമുക്കെല്ലാവർക്കും തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകും, ഇനിയും തെറ്റ് സംഭവിക്കും. മനുഷ്യരാണോ തെറ്റ് സംഭവിക്കും. അപ്പോൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമുക്ക് മാത്രമല്ല, സാധാരണ മനുഷ്യരാണ് നമ്മളൊക്കെ. സാധാരണ മനുഷ്യരല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അത് പ്രവാചകന്മാരൊക്കെയാണ് അല്ലേ. അവർക്ക് പോലും തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇങ്ങനെ പ്രവാചകന്മാർക്ക് തെറ്റ് പറ്റി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ ദേഷ്യം പിടിച്ചേക്കാം, അല്ലെങ്കിൽ ചില അത്ഭുതപ്പെട്ടേക്കാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടെ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പ്രവാചകന്മാർ തെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ പ്രവാചകന്മാർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റ് പറ്റാം. ആ തെറ്റ് സംഭവിച്ച എല്ലാവരും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് പ്രവാചകന്മാർ പോലും തെറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? അവർ ഫസ്റ്റ് പ്രൊഫറ്റ് ആദം നബി, ഹി ഈസ് ഡൂയിങ് എ മിസ്റ്റേക്ക്, ഒരു തെറ്റ് ചെയ്തിരുന്നു. ആ തെറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ആദ്യത്തെ പ്രവാചകന് ശിക്ഷ കിട്ടുന്നത്. പിന്നീട് വന്ന എല്ലാ പ്രവാചകന്മാരും ഇതേപോലെ ഓരോ തെറ്റുകൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. മൂസാ നബി കാണുന്നുണ്ടെങ്കിലും ഈസാ നബി കാണുന്നുണ്ടെങ്കിലും ഒരുപാട് പ്രവാചകന്മാർ പിന്നീട് വന്നവർക്ക് എല്ലാവർക്കും മിസ്റ്റേക്കുകൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. മിസ്റ്റേക്ക് സംഭവിക്കാത്ത ഒരേ ഒരു പ്രൊഫറ്റേ ഉള്ളൂ, അത് അവർ ലാസ്റ്റ് മെസ്സഞ്ചറാണ്. ആ ലാസ്റ്റ് മെസ്സഞ്ചറിന് മിസ്റ്റേക്ക് ഒന്നും പറ്റിയിട്ടില്ല. അതിൽ നിന്ന് ആ മിസ്റ്റേക്കുകളിൽ നിന്ന് സംരക്ഷിച്ചത് കൊണ്ട് മാത്രമാണ്. സോ തെറ്റ് പറ്റുന്നത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളത് മോറൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൻ്റെ ഒരു പ്രത്യേകതയാണ്. ദെൻ ഫെയർനെസ്, ദേ സ്ട്രൈവ് ടു ബി ജസ്റ്റ് ആൻഡ് ഇംപാർഷ്യൽ. നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ക്ലിയർ ആയിട്ട് പെരുമാറണം. അതായത് മറ്റുള്ളവരോട് കുറച്ച് പേരുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഫാമിലിയിലാണെങ്കിൽ പോലും നമ്മൾ എല്ലാവരോടും ഒരേപോലെ അല്ല പെരുമാറുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഫാമിലി മെയിൻ്റനൻസ് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലിയിലെ പാരൻസ് ആയാലും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് തമ്മിലായാലും, ഒരു ഫാമിലിയിൽ ഒരു 5 കുട്ടികളുണ്ടെങ്കിൽ അവരുടെ തമ്മിൽ പോലും ഒരു ഫെയർനെസ് ഇപ്പോൾ കാണാനില്ല. പലരും പല രൂപത്തിലാണ് ചിന്തിക്കുന്നത്. പലരും പല പാർഷ്യാലിറ്റി, പാരൻസ് പോലും കുട്ടികളുടെ ഇടയിൽ പാർഷ്യാലിറ്റി കാണിക്കുന്നു എന്നൊക്കെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് മോറലി എഡ്യൂക്കേറ്റഡ് ആയ പേഴ്സൺ അത് ഉണ്ടാവില്ല. ദേ സ്ട്രൈവ് ടു ബി ജസ്റ്റ് ആസ് എൻ ഇംപാർഷ്യൽ. അവർ പാർഷ്യാലിറ്റി കാണിക്കില്ല. അവരെല്ലാവരോടും സമന്മാരെ പോലെ. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുന്നതോടുകൂടി ഒരാൾ ചെറുതോ ഒരാൾ വലുതോ അങ്ങനെയൊന്നും നമ്മൾ കാണാൻ പാടില്ല. ഒരേപോലെ എല്ലാ മനുഷ്യന്മാരാണ്. ഓരോരുത്തർക്കും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ആവശ്യങ്ങളും അവരുടെ സന്തോഷങ്ങളും അവരുടെ ദുഃഖങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പെരുമാറണം. സോ ദേ സ്ട്രൈവ് ടു ബി
just and impartial. Then altruism, they demonstrate selfless concern for the well-being of others. ആൾട്രൂയിസമിൻ്റെ കറക്റ്റ് മീനിങ് നിങ്ങളൊന്ന് ഡിക്ഷണറിയിൽ നോക്കണം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സെൽഫിഷ് ആവാതിരിക്കുക, മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഫാമിലിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവർക്കും കൂടി നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ അത് നമ്മുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവർക്ക് കൂടി കിട്ടണം, അല്ലെങ്കിൽ അവിടെ ഷെയർ ചെയ്യാൻ പറ്റണം. അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മുടെ പരിഗണനയിൽ വേണം. ജസ്റ്റ് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ 5 കുട്ടികളുണ്ട് വിചാരിക്കുക, അതിൽ ഒരാൾ മാത്രം അത് തിന്നാൻ പാടില്ല. അത് എത്ര പേരുണ്ടോ അവർ വന്നിട്ട് അവരെ വെയിറ്റ് ചെയ്താൽ അവർക്ക് വേണ്ടി കൂടെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം അത് ഭക്ഷണം കഴിക്കാൻ പോലും. സോ നമുക്ക് തന്നെ അറിയാലോ, നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളെ കുറിച്ച്, നമ്മളെ തൊട്ടടുത്ത അയൽവാസിയിലുള്ള വീടുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അതും നമ്മൾ ചിന്തിച്ചേ പറ്റുള്ളൂ. ഇതിനും റിലീജിയൻ വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈവൻ ദോ നമ്മൾ മുസ്ലിംസ് എന്ന നിലക്ക് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഏറ്റവും വലിയൊരു ആരാധനാ കർമ്മമാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പലപ്പോഴും ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഹജ്ജ് അത് ശരിയല്ല എന്ന് എനിക്ക് പലപ്പോഴും ഞാൻ ചിന്തിക്കുമ്പോൾ തോന്നിപ്പോകാറുണ്ട്. കാരണം ഒരു മനുഷ്യന് ഹജ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പോയി ഹജ്ജ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ്റെ തൊട്ടടുത്ത അയൽവാസി ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ട് എങ്കിൽ ആ ഹജ്ജ് അത് വാലിഡല്ല. അത് ഇന്ന മതസ്ഥനോ അങ്ങനെയൊന്നുമല്ല. അത് ശരിക്കും ക്ലിയർ ആയിട്ട് നമ്മുടെ മതം പറഞ്ഞിട്ടുണ്ട്. എല്ലാ മതത്തിലും ഇതേപോലെയുള്ള തന്നെ പോലെ തൻ്റെ അയൽക്കാരെയും സ്നേഹിക്കാമെന്ന് ബൈബിൾ പറയുന്നു. മറ്റുള്ള ഹിന്ദു ഉപനിഷത്തായാലും ഗ്രന്ഥങ്ങളായാലും അതിലും അങ്ങനെ പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മോറലി എഡ്യൂക്കേറ്റഡ് ആയാൽ നമ്മുടെ അയൽവാസി പോലും നന്നാകും. അയൽവാസിയിൽ ഒരാൾ ബുദ്ധിമുട്ടുമ്പോൾ പോലും നമ്മൾ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു അവസ്ഥ നമുക്ക്, ആ ഒരു ടെൻഡൻസി നമുക്ക് വരും എന്ന് നമുക്ക് പറയാം. ഇതിനെ നമുക്ക് ആൾട്രൂയിസം എന്ന വാക്കിൽ യൂസ് ചെയ്യാം. Then critical thinking. Then they analyze the evaluate their own beliefs and actions, considering the broader impact of the on society. Morally educated ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊന്ന് അനലൈസ് ചെയ്തിട്ട് ചിന്തിച്ചിട്ടൊക്കെ ചെയ്യുള്ളൂ. നമ്മൾ തിങ്ക് ബിഫോർ ഡൂയിങ് എന്നൊക്കെ പറഞ്ഞ പോലെ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ കണ്ട് ചെയ്യില്ല. ചിലപ്പോൾ ഒരു സമൂഹത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്ന ചെറിയൊരു ആക്ട് മതി, ചെറിയൊരു ആക്ഷൻ മതി ആ സമൂഹത്തിനെ മൊത്തം കുഴപ്പത്തിലാക്കാൻ. അതുകൊണ്ട് വളരെ ചിന്തിച്ച് ആലോചിച്ചിട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമായിരിക്കും മോറലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഉണ്ടായിരിക്കുക. ദേ അനലൈസ് ആൻഡ് ഇവാലുവേറ്റ് ദെയർ ഓൺ ബിലീഫ് ആൻഡ് ആക്ഷൻ. അയാളുടെ ചിന്തകളെയും അയാളുടെ പ്രവർത്തനങ്ങളെയും അയാൾ അനലൈസ് ചെയ്യും. കൺസിഡറിങ് ദി ബ്രോഡർ ഇമ്പാക്റ്റ് ഓൺ ദ സൊസൈറ്റി. അത് സമൂഹത്തിൽ എത്രമാത്രം അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് അദ്ദേഹം ചിന്തിക്കും. ഇത്രയും കാര്യങ്ങളാണ് മോറൽ എഡ്യൂക്കേറ്റഡ് പേഴ്സണെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട്. എംപതി ഉണ്ട്, ഇൻറ്റഗ്രിറ്റി ഉണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഫെയർനെസ് ഉണ്ട്, ആൾട്രൂയിസം ഉണ്ട്, ദെൻ ക്രിട്ടിക്കൽ തിങ്കിങ്. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒന്ന് വികസിപ്പിച്ച് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. വലിയൊരു ടോപ്പിക്കാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫറെൻറ്റ് ഫേസറ്റ്സ് ഓഫ് മൊറാലിറ്റി. മൊറാലിറ്റിയുടെ വ്യത്യസ്ത മുഖങ്ങൾ. Morality, as we have indicated above, is a multidimensional and multifaceted and more comprehensive understanding of the different facets involved can be dimensions morality obtained through the following examples. നമ്മൾ മൊറാലിറ്റിനെ കുറിച്ചിട്ട് ധാരാളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ടോപ്പിക്ക് വരികയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ വലുതാക്കാം. മൊറാലിറ്റിയുടെ ഡിഫറെൻറ്റ് ഫേസറ്റ്സ് പറയുമ്പോൾ ഒരു സ്റ്റോറി നിങ്ങളുടെ ബുക്കിൽ പറയുന്നുണ്ട്. ദ സ്റ്റോറി ഓഫ് സ്ലോട്ടിൻ. Slotin was a nuclear physicist who was experimenting upon the development of atomic bomb. സ്റ്റോളിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അറ്റോമിക് ബോംബ് കണ്ടുപിടിച്ച വ്യക്തിയാണ്. അദ്ദേഹം അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടത്തുകൊണ്ടിരിക്കുമ്പോൾ ദ എക്സ്പെരിമെൻ്റ് റിക്വയർഡ് അസംബ്ലിംഗ് പീസ് ഓഫ് പ്ലൂട്ടോണിയം. പ്ലൂട്ടോണിയത്തിൻ്റെ പീസസ് അദ്ദേഹത്തിന് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകണം.
ഇൻ ദി എക്സ്പെരിമെൻറ്റ് ഇവിടെ ഒരു ചെറിയൊരു കഥ പറയാണ്, മൊറാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കഥയല്ല, ഒരു യഥാർത്ഥ സംഭവമാണ്. സ്ലോട്ടിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, ഫിസിസിസ്റ്റ്, അദ്ദേഹം ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അറ്റോമിക് എനർജി അതിൻ്റെ ഫൈൻഡിങ് ആണ് നടക്കുന്നത്. അപ്പോൾ പ്ലൂട്ടോണിയം കണക്ട് ചെയ്തത് നമുക്ക് അറ്റോമിക് എനർജി എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതായത് ഒരു ബ്ലാസ്റ്റിംഗ് സംഭവിക്കുന്ന ഒരു പരീക്ഷണമാണ്. എനർജി ഉണ്ടാക്കാൻ വേണ്ടി കുറേ ആറ്റങ്ങൾ തമ്മിൽ കൊളീഷൻ നടത്തിയിട്ട് അതിന്ന് സ്ഫോടനം ഉണ്ടാക്കുക, ആ സ്ഫോടനത്തിൽ നിന്ന് എനർജി കണ്ടെത്തുക. ആ എനർജി നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റൊക്കെ യൂസ് ചെയ്യാം. അറ്റോമിക് എനർജിയെക്കുറിച്ച് അറിയാമല്ലോ. ആ അറ്റോമിക് എനർജി നമ്മൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. ഈ അറ്റോമിക് എനർജി നെഗറ്റീവായിട്ട് യൂസ് ചെയ്തതാണ് ആറ്റം ബോംബ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നാഗസാക്കിയിലും ഒക്കെ ബോംബിട്ട് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. സോ ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്ന സമയത്ത് ഇൻ ദി എക്സ്പെരിമെൻ്റ് ആസ് ജെൻ്റ്ലി പുഷിംഗ് വൺ പീസ് ടുവേർഡ്സ് അനദർ ഇൻ ഓർഡർ ടു എൻഷുർ ദർ ടോട്ടൽ മാസ് വുഡ് നോട്ട് ബി ലാർജ് ഇനഫ് ടു മേക്ക് എ ചെയിൻ റിയാക്ഷൻ. എന്തായാലും ആ ഒരു പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പീസസ് വെച്ചിട്ട് അതിങ്ങനെ തള്ളി കൊടുക്കണം. അതിനുള്ള വർക്ക് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ സഹായികളുമുണ്ട്. ദ സ്ക്രൂ ഡ്രൈവർ which he was pushing at the piece slipped and consequently the piece of plutonium came to close together. അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രൂ ഡ്രൈവർ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായിട്ട് അതിൻ്റെ ഒരു പ്ലൂട്ടോണിൻ്റെ ഒരു പീസ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. Unfortunately, the chain reaction started filling the room. There were 7 co-workers watching the chain reaction on their instruments. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായികളായിട്ട് 7 ആളുകൾ തൊട്ടടുത്തിട്ടുണ്ട്. ഈ സാധനം പിടുത്തം വിട്ടു അദ്ദേഹത്തിൻ്റെ നേരേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെയിൻ റിയാക്ഷൻ നമുക്കറിയാം, അതിൽ ഒരു പെട്ടെന്നുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പം അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് പൊട്ടിത്തെറിക്കാനുള്ള ചെയിൻ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇൻസ്റ്റൻ്റ്ലി വിത്തൗട്ട് ലോസിങ് ആൻ ആക്ഷൻ ഓഫ് സെക്കൻഡ്, പെട്ടെന്നൊരു നിമിഷത്തിനുള്ളിൽ സ്ലോയിൻ മൂഡ് ആൻഡ് പൂൾഡ് ദി പീസ് ഓഫ് പ്ലൂട്ടോണിയം അപ്പാർട്ട് വിത്ത് ഹിസ് ബെയർ ഹാൻഡ്സ്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അത് തൊടാനോ അവിടെ പോകാനൊന്നും പാടില്ല. പക്ഷേ സ്ലോട്ടിൻ എന്ത് ചെയ്തു, നേരെ അങ്ങോട്ട് ചെന്നിട്ട് കൈ കൊണ്ടത് എടുത്തു. അത് മരണത്തിന് സമാനമായ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം അവിടെ ചെയ്തത്. ദിസ് ആക്ട് ഹി ന്യൂ വെൽ ദ വെർച്വലി an act of suicide. ഇത് ശരിക്കും ഒരു ആത്മഹത്യ ചെയ്യുന്ന പോലെയുള്ള കാര്യമാണ്. ഫോർ എക്സ്പോസ്ഡ് ടു ലാർജസ്റ്റ് ഡോസ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. കാരണം അവിടെ വലിയൊരു പൊട്ടിത്തെറി നടക്കും. അപ്പോൾ നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതിന് സമാനമായിട്ടുള്ളൊരു കാര്യമാണ് ആൾ ചെയ്യുന്നിട്ട് അത് എടുക്കുക എന്നുള്ളത്. ശരിക്കും നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്, നമുക്കറിയാം. പക്ഷെ പലപ്പോഴും നമുക്ക് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു, അദ്ദേഹം മരണപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടില്ല. അദ്ദേഹം മരണപ്പെട്ടാലും ശരി മരണപ്പെട്ടില്ലെങ്കിലും ശരി അദ്ദേഹം കുറ്റവാളിയാണ്. ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ അദ്ദേഹം കുറ്റവാളിയാണ്. ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ മേലൊരു കേസുണ്ടാവും. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, ആ കേസ് ആൾ ക്ലോസ് ചെയ്യും. നേരെ മറിച്ച് മരിച്ചിട്ടില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണം. എന്തിനാണ് അങ്ങനെ? ആത്മഹത്യ അയാൾക്ക് ജീവിതം, നമുക്ക് നമ്മുടെ ജീവിതം ഇഷ്ടമല്ലെങ്കിൽ അവസാനിപ്പിക്കാം, അതിന് ട്രൈ ചെയ്യാം. പക്ഷെ ഗവൺമെൻറ്റിന് എന്തിനാണ് അതിന് പ്രശ്നം? ഗവൺമെൻറ് അത് പ്രശ്നമാക്കുന്നത് ഈ രാജ്യത്തുള്ള ഇന്ത്യയിലുള്ള എല്ലാ വ്യക്തിയും ഗവൺമെൻറ്റിന് വിലപ്പെട്ടതാണ്. ഒരു വ്യക്തി നശിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നഷ്ടം തന്നെയായിരിക്കും. കാരണം ആ വ്യക്തി കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ രാജ്യം അറിയപ്പെടുക. ഇപ്പം നമുക്കറിയാം APJ അബ്ദുൽ കലാം ലോകം മുഴുവൻ അറിയപ്പെട്ട നമ്മുടെ രാജ്യത്തിന് ലോകത്തിൻ്റെ നെറുകിലെത്തിച്ച ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് എന്തെങ്കിലും സംഭവിച്ചോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അബദ്ധം കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ എന്താകുമായിരുന്നു? അദ്ദേഹത്തെ പോലെയുള്ള ഒരു സയൻറ്റിസ്റ്റിനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ കിട്ടാതിരുന്നാൽ, വേറെ അദ്ദേഹത്തിന് പകരമായി ഇന്ന് വരെ ഒരാൾ വന്നിട്ടില്ല. സോ അതാണ് പറയുന്നത്, ഓരോ വ്യക്തിക്കും അദ്ദേഹം
APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യൻ, സാധാരണ ഗ്രാമത്തിൽ ജീവിച്ച ദരിദ്രനായൊരു മനുഷ്യൻ. അതാണ് ഒരു രാജ്യത്തിന് വേണ്ട ഏറ്റവും വലിയ വിലപ്പെട്ട തലകൾ ജനിക്കുന്നത് എവിടെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് വൈ വി ഗിവ് മോർ ഇമ്പോർട്ടൻറ്റ് ടു എവറി പേഴ്സൺ. അപ്പോൾ ഇവിടെ സ്ലോട്ടിൻ ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ചെയിൻ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അത് ബെയർ ഹാൻഡ് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ നഗ്നമായ കൈകൾ കൊണ്ട് അതെടുത്ത് വലിച്ചെറിയാൻ കാണിച്ച ധൈര്യം അതെന്തായിരുന്നു? മറ്റുള്ളവരെ സംരക്ഷിക്കുക, ബാക്കി 7 പേരെയും രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ആ ആൾ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് അതാണ്. ഞാൻ മരിച്ചാൽ, നമ്മളൊക്കെ പലപ്പോഴും എന്തെങ്കിലും ആക്സിഡൻ്റൊക്കെ വരുന്ന സമയത്ത് ചിലരൊക്കെ കണ്ടില്ലേ എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊക്കെ മോറലി എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടാണ്. നമുക്ക് സാധാരണ വിദ്യാഭ്യാസത്തിന് കിട്ടുന്നതല്ല, അല്ലാണ്ടേയും കിട്ടും. എന്നിട്ട് അവരുടെ ജീവിതം അവിടെ പോവും. അല്ലേ, നമ്മൾ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ കണ്ടു ഒരു നേഴ്സ് ഒരുപാട് ആളുകളെ സംരക്ഷിച്ചു, പരിചരിച്ചു, രക്ഷപ്പെടുത്തി. അവസാനം ആ നേഴ്സ് എന്ത് ചെയ്തു? ആ അസുഖത്തിന് വിധേയമായി അവർ മരണപ്പെട്ടു. ചെറിയ കുഞ്ഞൊക്കെ ഉള്ളത് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ വരുന്നത് ഈ മോറൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പറയാം. അപ്പം അതേ ഒരു ആക്ടിവിറ്റി തന്നെയാണ് ഇവിടെ അദ്ദേഹം ചെയ്തത്. ബാക്കി നിങ്ങൾ ഈ കഥ ഒന്ന് ശരിക്കൊന്ന് വായിച്ച് നോക്കണം. അനാലിസിസ് ഓഫ് സ്റ്റോളിൻസ് ടെയിൽ, അദ്ദേഹത്തിൻ്റെ ഈ കഥ ഡിസ്പ്ലേസ് ദ ഹീറോയിക് പ്രൊപ്പോർഷൻ ഓഫ് മൊറാലിറ്റിയുടെ ഒരു ഹീറോയിക് പ്രൊപ്പോർഷനാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്റ്റോളിൻ പെർഫോംഡ് ദി മോസ്റ്റ് കറേജിയസ് ആൻഡ് മോറൽ ആക്ട് സെപ്പറേറ്റിംഗ് ദി പീസ് ഓഫ് പ്ലൂട്ടോണിയം വിത്ത് ഹിസ് ബെയർ ഹാൻഡ്സ്. അതായത് പ്ലൂട്ടോണിയത്തിൻ്റെ 2 പീസുകൾ തമ്മിൽ അടുത്തടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പൊട്ടിത്തെറി ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും തമ്മിൽ ടച്ച് ചെയ്യാതെ അങ്ങനെ അത് മാറ്റി നിർത്തുകയാണ് അദ്ദേഹം കൈകൊണ്ട് ചെയ്തത്, മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി. ഇതിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? Stalin tales suggest that morality consists a unique combination of caring, objective judging and resolute action. നമ്മൾ വേണ്ട സമയത്ത് വേണ്ട പോലെ പ്രവർത്തിക്കണം, മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമില്ലാതിരിക്കാവുന്ന, മറ്റുള്ളവരെ സംരക്ഷിക്കാൻ പറ്റുന്ന എന്ത് കാര്യം നമ്മൾ ചെയ്യണം. ചില ആളുകൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് പോകുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. അതൊന്ന് എങ്ങനെ അവരെ രക്ഷപ്പെടുത്താമെന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചിന്ത ഐക്യ നമ്മുടെ ഈ മോറൽ എഡ്യൂക്കേഷൻ എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഞാൻ അതിനെ ഒന്ന് കാണാൻ വേണ്ടി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലൂട്ടോണിയം അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാല ഇതാണ്. ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. ഇങ്ങനെ ആളുകളെ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തിരുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ ഫോട്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്, നിങ്ങൾ അതും കൂടെ നോക്കുക. അപ്പോൾ നമ്മൾ തുടങ്ങി വെച്ച ടോപ്പിക്ക് ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് മൊറാലിറ്റിയാണ്. മൊറാലിറ്റിയുടെ വ്യത്യസ്ത മുഖങ്ങളാണ്. അതിൽ ആദ്യത്തേത് നമ്മൾ സ്ലോട്ടിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞു, അതിൽ തന്നെ പെടുന്ന ഒരു പോയിൻറ്റ്സാണ് കെയറിങ്, ദെൻ ജഡ്ജിങ്, മൊറാലിറ്റി ആൻഡ് ജസ്റ്റിസ് ആൻഡ് ആക്ടിങ്. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഫേസസ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. ദെൻ കെയറിങ്, എന്താണ് കെയറിങ്? ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കുകൾ തന്നെയാണ്. കെയറിങ് ഇംപ്ലൈസ് റീച്ചിങ് ഔട്ട് ടു ഹെൽപ്പ് അതേഴ്സ്. ഇറ്റ് ആൾസോ ഇൻവോൾവ് എ കൈൻഡ് ഓഫ് സോഷ്യൽ ഓർ സൈക്കോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. കെയറിങ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നതിനപ്പുറത്ത് അവരെ സോഷ്യലി സൈക്കോളജിക്കലി അവരെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുക എന്നുള്ളതാണ്. ടു ഫീൽ ഫോർ അനദർ, ടു തിങ്ക് ഹിം ഓർ ഹെർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹിസ് ഓർ ഹെർ നീഡ്സ് ആസ് വെൽ. മറ്റുള്ളവരെ കെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അവരെ മനസ്സിലാക്കുകയും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. ലവ് ദ നെയ്ബേഴ്സ് ആസ് ദേ സെൽഫ് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം. എക്സ്പ്രസ് ദ എസെൻഷ്യൽ ഓഫ് മീനിങ് ഓഫ് കെയറിങ്. കെയറിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം നമുക്ക് ബൈബിളിൽ അവൈലബിൾ ആണ്. നിന്നെപ്പോലെ നിന്നെ അയൽക്കാരെയും സ്നേഹിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് നമ്മളെപ്പോലെ ഒരാളെ സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ മൂല്യം, മോറൽ എന്ന് പറയുന്നത്. നമുക്ക് മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കാൻ സാധിക്കും, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്.
നമുക്ക് എന്ത് കിട്ടുന്നുവോ അത് നമ്മൾ വേറെ ആൾക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം, അല്ലെങ്കിൽ നമുക്ക് മനസ്സുണ്ടാവണം. അതിനാണ് നിന്നെ പോലെ നിന്നെ അയൽക്കാരെയും സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. Then Carol Gilligan, as a famous American psychologist, is a strong proponent of care orientation into morality. She upholds the ideal attention and response to need others. ഇപ്പോൾ ഈ കെയറിങ്ങിനെ കുറിച്ച് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് കുറച്ചും കൂടെ അതിൻ്റെ ഉയർന്ന തലത്തിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. This perspective involves how to act responsively to protect, help others in need. ആവശ്യമുള്ള സമയത്ത് അവരെ സംരക്ഷിക്കുക, അവരെ സഹായിക്കുക. According to her certain conditions in her early childhood, especially in relation with the mother, has a casual effect of origin of this way, judging experiencing the self. Care is a typically female phenomenon, whereas the justice is typically male phenomenon. നമ്മൾ കെയറും ജസ്റ്റിസൊക്കെ പറയുന്നുണ്ട്. കെയർ പലപ്പോഴും ഒരു ഫീമെയിൽ ഫിനോമിനനാണ്. സ്ത്രീകൾക്കാണ് പൊതുവെ കെയറിങ് എന്നുള്ള ഒരു മൊറാലിറ്റി കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് മെയിൽ ഫിനോമിനനാണ്. മെയിലിലാണ് നമ്മൾ കാണുക. നീതി നടപ്പിലാക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മെയിൽ ബിഹേവിയറിലാണ് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കും. എന്തായാലും കെയറിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യ സമയത്ത് മറ്റുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവൻ കളഞ്ഞിട്ടായാലും നമ്മൾ സംരക്ഷിക്കണം. ദെൻ ജഡ്ജിങ് നമ്മൾ കേട്ടതാണ് അല്ലേ. പലപ്പോഴും നമ്മൾ ജഡ്ജിമെൻ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ വിലയിരുത്തുക, വിധി നിർണ്ണയിക്കുക ഒക്കെയാണ് ജഡ്ജിങ്. ജഡ്ജിങ് സിംപ്ലി മീൻസ് sizing up of the situation and doing needful instantaneously, and it is unreflective, reaching out to help others to avoid a situation from deteriorating. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുക. In other sense, judging distinct from caring, we often reason through dimensions of morality, judge in a moral problem in which welfare of others is at stake. എന്തെങ്കിലും ഒരു മോറൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് ജഡ്ജിങ്. We tend to seek answers to questions of moral obligations. അവിടെ നമ്മൾ മോറലായിട്ട് പെരുമാറുന്നതിന് ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അവിടെ കണ്ടെത്തണം. In addition, there are certain controversial socio-moral problems where taking moral judgment becomes more complex and requires more reflective and considered through. ഈ മോറൽ ജഡ്ജ്മെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടന്നപ്പോൾ അത് ശരിയാണോ തെറ്റാണോ അതിന് വിധി നിർണ്ണയിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്, വളരെ കോംപ്ലക്സ് ആണ്. ഫോർ എക്സാമ്പിൾ, there are controversial moral issues like euthanasia എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അവിടെ ഉണ്ട് mercy killing. ഇപ്പോൾ ചില കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തലാണ്. സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളാവാം, അത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തലാണ് മോറൽ ജഡ്ജിങ് എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ നോക്കാം. ഒരു മേഴ്സി കില്ലിങ് എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. മേഴ്സി കില്ലിങ്, ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം തെറ്റാ. പക്ഷേ മേഴ്സി കില്ലിങ് ചില സമയത്ത് അനുവദിക്കാറുണ്ട്, ഡോക്ടേഴ്സ് തന്നെ ചെയ്യാറുണ്ട്. ഏറ്റവും ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഒരു രോഗിക്ക് അദ്ദേഹത്തിന് മരിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്ന അവസ്ഥ, ജീവിക്കാൻ അയാൾക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നൊരവസ്ഥ വന്നാൽ വളരെയധികം ചിന്തിച്ചിട്ട് വിത്ത് പെർമിഷനാണ് അത് ചെയ്യുക. ഒരു വ്യക്തിയെ കൊല്ലാൻ സാധിക്കും, അതിന് നിയമമുണ്ട്, അനുവദിക്കുന്നുണ്ട്. അതായത് ഒരു മനുഷ്യൻ അത്രയും ഏജായി അദ്ദേഹത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട്, പല അസുഖങ്ങൾ കാരണം അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നാണ്. വളരെ അപൂർവമായി നടക്കുന്നൊരു സംഗതിയാണ്. ദെൻ അബോർഷൻ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അബോർഷൻ തികച്ചും തെറ്റാണ്, ഒരു കുറ്റകൃത്യം തന്നെയാണ് അബോർഷൻ. പക്ഷേ ആവശ്യ സമയത്ത് നമുക്കത് വേണ്ടി വരുന്നുണ്ടല്ലോ. അതാണ്
ഈ ജഡ്ജിങ് എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഒരേപോലെ സ്ട്രിക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് കോംപ്ലക്സിറ്റി ഉണ്ട്, അത് സാഹചര്യത്തിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ നമ്മൾ കെയറിങ് എന്ന് പറഞ്ഞ പോലെ തന്നെ ജഡ്ജിങ്ങും മൊറാലിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ മോറൽ എഡ്യൂക്കേറ്റഡ് ആകുമ്പം ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതും മൊറാലിറ്റിയുടെ ഒരു ഫേസറ്റാണ്, ഒരു മുഖം തന്നെയാണ്. ദെൻ മൊറാലിറ്റി ആൻഡ് ജസ്റ്റിസ്, ജഡ്ജ്മെൻ്റ് അല്ല, ജസ്റ്റിസ്, അത് നീതി നടപ്പിലാക്കലാണ്. കോൾബർഗ് മെയ്ഡ് എ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ഇൻ കോംപ്ലിമെൻറ്റിംഗ് ആൻഡ് എക്സ്പാൻഡിങ് ദി പിയാജറ്റ്സ് ഐഡിയാസ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. Whenever conduct is depend on approval of the others, it is guided by heteronomy of the will, or it is called conventional morality. We refrain from the undesirable conduct because of fear, disapproval of others, or fear of being found out. But when the individual reaches the stage of autonomy of the will, their behavior is directed by their own rational moral choices. മൊറാലിറ്റി ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്നത് നമ്മളുടെ ആക്ടിവിറ്റി തിരഞ്ഞെടുക്കുക, നീതിയോടുകൂടി പ്രവർത്തിക്കാനുള്ള നമ്മുടെ ആക്ടിവിറ്റി തിരഞ്ഞെടുക്കുക. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും സിറ്റുവേഷനിൽ ചിലപ്പോൾ വരുന്ന നല്ല കാര്യങ്ങൾ, അവരുടെ ആക്ടിവിറ്റി അവർക്ക് നല്ലതായിട്ട് വരാം, മോശമായിട്ടും വരാം. അതൊക്കെ അവരുടെ മോറൽ ചോയ്സ് ആണ് എന്ന് പറയാം. ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും ആ വ്യക്തി ചെയ്യുന്നത്, പക്ഷെ അത് ആ വ്യക്തിക്ക് ആ സമയത്ത് ആവശ്യമുള്ളതായിരിക്കാം. അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മൊറാലിറ്റി ആൻഡ് ജസ്റ്റിസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ ആക്ടിങ്. Perhaps the most important of things can be said about acting is that it is not a moral or immoral and by itself. Outside a person's motive and judgment of his action have no moral worth. Slotin's separating the plutonium piece apart from was not a immoral as such. What made it most moral and quality caring and judging? The motive of the intention associated with the act of separating. ഇപ്പോൾ നേരത്തെ സ്ലോട്ടിൻ്റെ കഥ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ രാജ്യത്ത് എവിടെ നടക്കാനും എവിടെ പോകാനും ഒക്കെ നമുക്ക് പെർമിഷൻ ഉണ്ട്, എങ്ങനെ ജീവിക്കാനും നമുക്ക് പെർമിഷൻ ഉണ്ട്, അല്ലെ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് നിങ്ങൾക്കൊരു പാട്ട് കേൾക്കുന്നതിന് പോലും ഇവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വലിയ സൗണ്ട് വെച്ചിട്ട് ഒരു പാട്ടൊക്കെ വെച്ചാൽ അത് നിങ്ങളുടെ തൊട്ടടുത്ത ആൾക്ക് ബുദ്ധിമുട്ടാവുകയാണ്, അദ്ദേഹം പരാതി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കും. സോ മറ്റൊരുത്തനെ ബുദ്ധിമുട്ടിക്കാത്ത രൂപത്തിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും, മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന രൂപത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതൊക്കെയാണ് ആക്ഷനിൽ പറയുന്നത്. അപ്പോൾ അവിടെ സ്ലോട്ടിൻ്റെ കഥ പറഞ്ഞത് അവിടെ കൂടെയുള്ള 7 ആളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അത് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത് എന്ന് മാത്രം. ദെൻ കില്ലിങ്. For example, when done in self-defense or invader is not a morally wrong. കൊല ചെയ്യുക എന്നുള്ളത് ഏറ്റവും തെറ്റായ കാര്യമാണ്, ക്രിമിനൽ കുറ്റമാണ്. നേരെ മറിച്ച് സെൽഫ് ഡിഫെൻസിന് വേണ്ടി നമ്മൾ ആക്രമിക്കാൻ ഒരാൾ വന്നാൽ അയാളെ നമുക്ക് കൊല ചെയ്യാം, പെർമിഷനാണ്. അങ്ങനെ കൊല ചെയ്യാനുള്ള നിയമം അനുവദിക്കുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോകാണ്, ആ സമയത്ത് നമ്മൾ ആക്രമിക്കാൻ ഒരാൾ വന്നു, നമ്മുടെ അടുത്ത് എന്താണോ ആയുധങ്ങളുള്ളത് അത് വെച്ചിട്ട് നമുക്ക് അയാളെ നേരിടാം. ശരിക്കും അങ്ങനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ആയുധം നമുക്ക് കൈവശം വെക്കാനുള്ള പെർമിഷനും ഉണ്ട്. അപ്പോൾ അതാണ് ആക്ടിങ് അല്ലെങ്കിൽ ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. ചെറിയൊരു യൂണിറ്റാണ്, എൻ്റെ പോയിൻറ്റ്സുകളൊക്കെ മാത്രം നിങ്ങളൊന്ന് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. സോ ഇവിടെ നമ്മൾ ഈ യൂണിറ്റ് ഡിസ്കസ് ചെയ്തത് ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റി ആണ്. ആ മൊറാലിറ്റിക്ക്
ഒറ്റ മുഖമല്ല, അതിന് ഡിഫറെൻറ്റ് ഫേസറ്റ്സ് ഉണ്ട്. ഒരുപാട് തലങ്ങൾ മൊറാലിറ്റിക്ക് നമുക്ക് കാണാൻ പറ്റും. അതായത് ചില സമയത്ത് ശരിയാവും, ചില സമയത്ത് തെറ്റായിരിക്കും. അങ്ങനെ ആ രൂപത്തിലുള്ള ഡയമെൻഷൻസ് ഒക്കെ നമ്മൾ കണ്ടു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ദെൻ അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, കുറച്ച് നോട്ട്സ് ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ്. ഗുഡ് ബൈ.